ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഓസ്മോ പോക്കറ്റ് 3. അതെ, DJ ഓസ്മോ പോക്കറ്റ് 3ലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇൻഷാല്ല അങ്ങോട്ട് നമുക്ക് കുറേ നല്ല നല്ല വ്ളോഗ്സ് എടുക്കാൻ പറ്റട്ടെ. ഞാൻ സൗമ്യ, ഇത് നിരഞ്ജന, ഇത് അർച്ചന, ഇത് മനു, ഇത് അർജുൻ. അച്ചു ലൈവ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഗൈസ്. ഇതാണ് അച്ചു. അതെ, അതാണ് അച്ചു ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ഈ ക്യാമറ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വ്ളോഗാണ്. 2 കുറേ ആയി മന്തി കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെയില്ല. ഇന്ന് നമ്മളത് സാധിക്കാൻ വേണ്ടിയിട്ട് പോന്നെ, മന്തി കഴിക്കാൻ പോന്നെ. 3 ഓൾ ആശുപത്രിയിൽ കാണിക്കണം. ചുമയാണ്, ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് ഇല്ലതുകൊണ്ടാണ് തോന്നുന്നത്. കണ്ടാ പറയില്ലെങ്കിലും നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണം. 4 ഓൾ എമിറേറ്റ് സൈഡ് വന്നിട്ടുണ്ട്, അത് കളക്ട് ചെയ്യാൻ പോണം. 5:30 ക്ലാസ് ഉണ്ട്, അതിന് മുന്നേ എത്തണം. മാധുവിനും ക്ലാസ് ഉണ്ട് ഗൈസ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ചാർജ് ഇല്ല, ചാർജ് നമ്മൾ മറ്റേ ബാറ്ററിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. ബായ്, ഇനി പോകുന്ന വഴിക്ക് കാണാം. ബായ് ബായ്. പാങ്ങണ്ട് പറയാപ്പാ. അല്ല, ബോർഡൊന്നും കാണിക്കണ്ട. ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങി. ഇപ്പൊ എന്ന സമയം 2 മണിയായി. കിട്ടും നമുക്ക് കിട്ടും ഗൈസ്. ഇതാണ് ഗൈസ് പുറത്ത് ലൈറ്റില് ഉള്ള വ്യൂ. Let's go and eat some chicken mandi. ടിബ്ബ. നമ്മൾ കടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. അതെ, ഈ ബാക്കിൽ കാണുന്നതാണ് കട. നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് പുറത്തേക്കാൻ പറഞ്ഞു. അതെ, ഉള്ളിലിരിക്കാൻ സ്ഥലമില്ല ഫുള്ളായി ഗൈസ്. നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. നല്ല വെയിലുണ്ട്. പക്ഷെ കൂളിംഗ് ഗ്ലാസ് വെച്ചതല്ല ഗൈസ്, ഇതിന്റെ കണ്ണാടി അങ്ങനെയാണ്. നമ്മളെ ഇൻവെർട്ടർ സൈഡ് പാർക്ക് ചെയ്തു. ഇപ്പോഴും നമ്മള് ലക്ഷറി വണ്ടി പാർക്ക് ചെയ്തു ഗൈസ്. ഇൻവെർട്ടർ മാധു ഇപ്പോ എക്സ്പെർട്ടറായി. അങ്ങനെയല്ല, ഇത് കാണുമ്പോൾ നല്ല റിസൾട്ട് അല്ലെങ്കിലും. പക്ഷെ പെട്ടെന്ന് ഫോൺ എടുത്ത് എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നെർവസായി പോകും. എന്താ പറയണ്ടെന്ന് അറിയണ്ടാവില്ല, എന്ന് പറഞ്ഞിട്ട് ഇതാവും പോകും. ഗൈസ്, നമ്മള് ഉള്ളിലെത്തിയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. നമുക്ക് സീറ്റ് കിട്ടി ഗൈസ്. ഇതാണ് നമ്മുടെ സീറ്റ്. ഒരു അരമണിക്കൂർ വന്നിരുന്നപ്പോൾ വിശക്കുന്നുണ്ട് ഗൈസ്. നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവര് ഓർഡർ എടുക്കാൻ വരണത്ര. നല്ല തിരക്കുണ്ട് ഇന്നിവിടെ. പക്ഷെ നമ്മ അച്ഛന് അപ്പൂനി കുഞ്ഞുട്ടനൊന്നും കൊണ്ട് അത് വേണോ പീസ്? നിങ്ങൾക്ക് ഏതായിരിക്കും നല്ലത്? അതായിരിക്കും ചിലപ്പോൾ നല്ലത്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അതെ, ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് ഇത് എൻ്റെ പ്ലേറ്റ്, ഇത് മാധുവിൻ്റെ പ്ലേറ്റ്, മനേട്ടൻ്റെ പ്ലേറ്റ്. അമ്മ മാത്രം ചിക്കൻ വലുതായി ഒന്നും കഴിച്ചിട്ട്. അതെ, മനേട്ട എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഇഷ്ടപ്പെട്ടില്ലേ മാധു? എങ്ങനെ ഉണ്ടായിരുന്നു? റൈസും നല്ല ചിക്കനും.
അതെ ചിക്കൻ നല്ല ജ്യൂസി ചിക്കൻ സത്യം ആ ഇളകി വരുന്നു. നമ്മൾ 2 ചിക്കൻ മന്തിയും 1 ചിക്കൻ മദ്ബിയും വാങ്ങിച്ചത്. എനിക്ക് ചിക്കൻ മന്തിയാണ് ഇഷ്ടമായത്. കൊള്ളാതെ മറ്റേ മഗ്ബിയും കൊള്ളാം. അമ്മൂനും അച്ഛനും മദ്ബിയാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് കട്ടി ചിക്കൻ ആ ഇങ്ങനെ അത് ഇഷ്ടപ്പെടുന്നത് കുറച്ച് വർക്ക് ചെയ്തിരിക്കുന്നു. പണിയെടുക്കണം. പക്ഷെ അമ്മൂനും അച്ഛനും അതാണ് ഇഷ്ടമായത്, നമുക്ക് മറ്റതാണ് ഇഷ്ടമായത്. ഗൈസ് ടോട്ടലി നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു കുനാഫ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ചീസി കുനാഫ. അതും കൂടി തിന്ന് പോകും നമ്മൾ. ഇപ്പം എന്നെ സമയം 4 മണിയാവാനായി. എങ്ങനെയുണ്ടായിനി ഫുഡ്? കൊള്ളാം. ഞാൻ മറ്റേ ഓപ്പോസിറ്റ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഐ എം നോട്ട് എ മന്തി ഫാൻ. അതെ, പക്ഷെ എന്നാലും കഴിച്ചു. എന്നാലും കഴിച്ചു, നല്ല വയറ് തുറന്നു. അതെ. പിന്നെ ആദ്യം ഒരു സൂപ്പ് ഉണ്ടായിരുന്നു, അത് മട്ടൻ സൂപ്പാന്ന് തോന്നുന്നു. ഇതുവരെ ട്രൈ ചെയ്യാണ്ട് ഫസ്റ്റ് ടൈം ട്രൈ അത് മട്ടനായിരിക്കും തോന്നുന്നത്. ആണെന്ന് തോന്നുന്നു. എന്തായാലും രസമുണ്ട്. മട്ടൻ കേട്ടപ്പോ നിർത്തി, അതുവരെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഒന്നുമില്ല, ശരിക്കും വെജിറ്റേറിയൻ സൂപ്പ് മാത്രം പോലെ തന്നെ. അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡ് നല്ല ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊരു രാജാവ്. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. കറക്റ്റ് ആ സ്പൈസിനെസ്സും കറക്റ്റൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആണെങ്കിൽ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു ചിക്കന്. ഗൈസ് ഇത് പറയുന്നത് ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആണ്. നൈസ് ഫുഡ്. എൻ്റെ വയറ് ഫുള്ളായി, നല്ലോണം ഇഷ്ടമായി. യൂട്യൂബിലിടുണ്ട്. അത് ഓള് ക്യാമറ പഠിക്കുന്നതാണ്. അതെ, അപ്പം ഞാൻ വെറുതെ പോസ്റ്റാ. ഗൈസ് നല്ല ഫുഡായിരുന്നു, നല്ലോണം വേറെ. ഇനിയിപ്പോൾ നമുക്ക് കുനാഫയും കൂടി കഴിച്ചിട്ട് പോവാം. സമയമില്ല. ഏട്ടാ ഹൗ വാസ് ദ മന്തി? എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഹൗ വാസ് ദ മന്തി? ഇതെല്ലാം ഫുള്ള് പായുന്നുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ കുനാഫ കിട്ടി, നമുക്ക് എന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുകളിലേക്കാക്കി നമ്മളെല്ലാം കൂടി മുകളിലോട്ടായതുപോലെ തോന്നില്ലേ? ആ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ ആരും ഇതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അതെ, കട്ടി സ്പൂണൊന്നും എടുത്തേണേ. ഗൈസ് കൊള്ളാം. ഇതൊന്നും എടുത്തോട്ടെ. കഴിച്ചിട്ട് വരാം. അവിടെ എത്തുമ്പോഴേക്ക് ചുമയില്ല. എന്നോട് ചോദിച്ചു ഇപ്പൊ ചുമയില്ലല്ലോ. ഞാൻ പറഞ്ഞു രാവിലെ ചുമ എടുത്ത് തുടങ്ങി, ഒരു അരമണിക്കൂർ ചുമച്ചോണ്ട് നിൽക്കും. ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ല, നൈറ്റാ കൂടുതലെന്ന് പറയുന്നത്. ചെവിയ തന്നെ അറിഞ്ഞോ, അത് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ബ്ലോക്ക് ഇല്ലത് കൊണ്ടായിരിക്കും ചെവിക്ക് ചെറിയൊരു ഇത് വരുന്നേ. നല്ലോണം ഉണ്ടോ ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. അതിന്റെ ഇതിൽ കുറഞ്ഞിട്ടെങ്കിൽ ഞാൻ ENT എഴുതി തരാം, അല്ലെങ്കിൽ ഇത് പ്രശ്നമില്ല. ഒരു ചോര ടെസ്റ്റ് ആക്കണം, അത് എഴുതിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരണം, അല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഇട്ടാൽ മതി, പിന്നെ വരണമെന്നില്ല. നെക്സ്റ്റ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മൂൻ്റെ റിപ്പോർട്ട് കിട്ടാനുണ്ട്. ബ്ലഡ് കൊടുത്തിട്ടില്ല, ബ്ലഡ് കൊടുക്കാനുണ്ട്. അപ്പോഴേക്ക് അമ്മു തിരക്ക് കൂട്ടി, അതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ആഫ്റ്റർ 1 hour കഴിഞ്ഞിട്ട് വീണ്ടും പോകാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകണം. ആ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, മറ്റേ ഇതും കൂടി വാങ്ങിക്കാം, എമിറേറ്റ്സ് ഐഡിയും കൂടി വാങ്ങിക്കാം. മാധു പറയുന്നു മാധു ടെൻസ്ഡ്. ഓ പോവണ്ടല്ലേ? എത്ര മണിക്ക്? ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും റൂമിന്റെ അടുത്ത് എത്തി. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. ഒക്കെ 5:30 മുതൽ 6 വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് എടുക്കണം, പിന്നെ എന്താക്കണ്ടേ എമിറേറ്റ്സ് ഐ ഡി എടുക്കണം, എമിറേറ്റ്സ് ഐഡി എടുക്കണം, മരുന്ന് വാങ്ങിക്കണം. ഞാൻ ഒരാഴ്ചയിൽ എൻ്റെ എല്ലാ അസുഖം മാറ്റും. മാധു ക്ലാസ്സിന് പോയി ഓൾറെഡി. അപ്പം ഇനി നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങാം അല്ലേ? ഓക്കെ ഗൈസ്, ബൈ. മനുവേട്ടനെല്ലാം പോയി. ബൈ.
അമ്മോ ക്യാമറ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. കുറേ പഠിക്കാനുണ്ട്, നമ്മ അത്രയൊന്നും പഠിച്ചിട്ടാ. എനിക്ക് ഹോൾഡ് ചെയ്യാനേ ഞാൻ പഠിച്ചിട്ടാ, അത് തിരിക്കാനും അറിയുന്നില്ല. ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞോണ്ട് പോകും. അല്ലാണ്ട് നമ്മീൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും കുറേ എന്തെല്ലോ പഠിക്കാനുണ്ട്, അത്രയൊന്നും പഠിച്ചിട്ടാ. ജസ്റ്റ് ഗുഡ്, നല്ലതാണ്. അതെ, ജസ്റ്റ് ഓണാക്കാനും ഫ്ലിപ്പ് ചെയ്യാനും വീഡിയോ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാനും പഠിച്ചു. വേറെ അതിൻ്റെ കളർ ഒന്നും നോക്കാൻ പഠിച്ചില്ല. ഇപ്പം ഇതിൻ്റെ ചാർജിങ്ങും അതൊന്നും നമുക്ക് അറിയാനായിട്ടാ. അതെ, ഫുള്ളാക്കാനും പറ്റില്ല. അതെ, ഇന്ന് രാത്രി ഫുള്ളും കുത്തിവെച്ച് ഫുള്ളാക്കി നാളെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്താൽ മതി, അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്നിട്ട് നാളെ അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് നാളെ പറയാം. അതെ, 2 ദിവസം യൂസ് ചെയ്തിട്ട് പറയാം. അതെ അതെ. ഓക്കെ, നമ്മൾ വീണ്ടും ഇറങ്ങി. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പോലും. പോയാലുണ്ടാക്കും അറിയില്ല എടുക്കണോ. ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, അതിന് ശേഷം നമുക്ക് അവിടെ എംബ്രേഡ് സൈഡിൽ കൂടി എടുക്കണം. അപ്പം നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. വരുന്നില്ലേ? അച്ഛനെ കൂട്ടിക്കാൻ റൂമിലുണ്ടോ? ഒരു കുളിക്കണം എന്നുള്ള. ഗൈസ് അപ്പം നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് അമ്മുവിൻ്റെ എമിറേറ്റ്സ് ഐ ഡി എടുക്കാൻ. എവിടെയാണ് കേട്ടത്? അത് ഷാർജ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ആ, ഷാർജ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൽ. അവിടെ പോയിട്ട് എമിറേറ്റ്സ് ഐ ഡി എടുത്തിട്ട് നമുക്ക് ആസ്റ്ററിൽ പോകാം. അമ്മ ബാക്കിലുണ്ട്. കറക്റ്റ് ഒക്കെ ഹോസ്പിറ്റലിൽ ചുമക്കാൻ വന്നിച്ചാ. ഗൈസ്, എനിക്കൊരു വിഷമം പറയാനുണ്ട്. പറയൂ. ഇത്രോളം 3 ദിവസമായിട്ട് ചുമയോട് ചുമ. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ എനിക്ക് ചുമയില്ല. ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ചുമ ഉണ്ടെന്ന്. അവരോട് ചോദിച്ചു ഇപ്പൊ ചുമയില്ലല്ലോ. ഞാൻ പറഞ്ഞു ഉണ്ട്, തുടങ്ങി 1/2 മണിക്കൂർ ചുമ ഉണ്ട്, രാവിലെയും ഉണ്ട് രാത്രിയും ഉണ്ട്. അപ്പോൾ ഓക്കെ. പക്ഷെ എന്നാലും പെണ്ണുങ്ങൾ കണ്ടിട്ട് എൻ്റെ ചുമ. ഞാനിവിടെ പോസ്റ്റാണ് ഗൈസ്. നമ്മൾ അമ്മൂൻ്റെ എമിറേറ്റ്സ് ഐ ഡി എടുക്കാൻ പോയി. പക്ഷെ അവിടുന്ന് വീഡിയോ എടുത്തിട്ടാണ്, കാരണം അവിടെ നമുക്ക് ഇങ്ങനെ ക്യാമറയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല തിരക്കുണ്ടായിന്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എമിറേറ്റ്സ് ഐ ഡി എടുത്തോളെ. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ നേരെ ആസ്റ്ററിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമോ എന്നൊക്കെ അറിയില്ല. ആസ്റ്ററിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ പാർക്കിംഗ് കിട്ടിയിട്ട് അതുകൊണ്ട് ഞാനിവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ലൈവ് കയറാൻ. നമ്മൾ കറി ഓൾറെഡി ഉണ്ടാക്കി, അതുകൊണ്ട് കറീൻ്റെ ടെൻഷനില്ല. എന്നിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് അമിച്ചുവിൻ്റെ അടുത്തും കൂടി പോകണം. കുറേ സയാമീനെ കാണാണ്ട്. എപ്പോഴും പോകണം എന്ന് വിചാരിക്കും. എപ്പോഴും ഓരോ കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എപ്പോഴും നമുക്ക് പോകാനുണ്ടെന്ന് വരുമ്പോഴേക്കും നല്ലോണം പനിയാണ്, പിന്നെ പോകാൻ കഴിയില്ല. അപ്പോൾ ഇന്നെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ 8:30 ആവാനായി. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് മാധു വരണം. മാധു വന്നിട്ട് മാധു 9 മണി ആവും, 8:45 9 മണി ആവും. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ചിലപ്പോൾ ലൈവ് ഇരിക്കുമോയെന്ന് അറിയില്ല. അന്ന് ലൈവിൽ കയറുന്നുണ്ടെങ്കിൽ തന്നെ 9:30 പോകാൻ കഴിയും അമ്മൂൻ്റെ അടുത്തേക്ക്. അല്ല, അതെന്ത് ആമീൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കേ മാധു എത്തുമെന്ന് തോന്നും. അപ്പം അങ്ങനെയാണ് കഥ. ഗൈസ്, ക്യാമറ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇരുട്ടത്താണ്. എന്ന് വെച്ചാൽ ഫുള്ളി ഇരുട്ടത്തല്ല, എന്നാലും ലൈറ്റ് കുറവാണ്. ഞാൻ കാറിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. പുറത്ത് ഇങ്ങനെ ഷോപ്പിൻ്റെ എല്ലാം ലൈറ്റ് അടിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ലോ ലൈറ്റിലും അല്ല ഷൂട്ട് ചെയ്യുന്നത്, നോർമൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ തന്നെ. പക്ഷേ അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഇനിയിപ്പോൾ അവർ വന്നിട്ട് നമ്മൾ കാണിക്കാം. ഇതിൻ്റെ ഓരോരോ സാധനം പഠിച്ചു വരുന്നതില്ലോ ഗൈസ്. ഇപ്പം ഞാൻ 180p 60 FPS ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ചാർജ് പെട്ടെന്ന് തീരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട്. പിന്നെ 2 ബാറ്ററിയിലുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഒരു പവർ ബാങ്ക് വാങ്ങിക്കേണ്ടി വരും തോന്നുന്നു. കിട്ടിപ്പോയി. എന്താണ് പറഞ്ഞേ? എന്ത് പറഞ്ഞേ? 24 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ മെസ്സേജ് വരും, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. കിട്ടി ഞാൻ വന്നിട്ട് മേടിക്കാം. ഡോക്ടർക്ക് അയച്ചു കൊടുത്താൽ മതി. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്നു. അമ്മൂൻ്റെ എമിറേറ്റ്സ് ഐ ഡി എടുത്തു, ഫുഡ് കഴിച്ചു, ആമീനെ കാണാൻ പോയി. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും നല്ല ടയേർഡാണ്. നോക്കൂ, അമ്മു അവിടെ ടയേർഡായിരിക്കുന്നു. അച്ചു ടയേർഡാണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ ടയേർഡാണ്. അപ്പോൾ ഇനി കുളിക്കണം, കിടക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.